വെൽക്കം ടു കിൻസ്മാൻ ഫുഡ് ആൻഡ് വ്ലോഗ്. ഇറ്റ്സ് മീ ശ്യാംലാൽ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നൂഡിൽസ് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഒരു ഗ്ലാസ് ആട്ടപ്പൊടിയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിയിലും മതി. സോ നമുക്ക് ഒരു ഗ്ലാസ് ആട്ടപ്പൊടി ഒന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് അതിൻ്റെ മുകളിൽ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എന്തോരം പൊടി എടുക്കണം അതിനനുസരിച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ചിശെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടിയെല്ലാം കുഴച്ച് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഇപ്പോൾ ഞാൻ ഞെക്കുമ്പോൾ എൻ്റെ കൈമ ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആവശ്യമുള്ളത് നമ്മുടെ സേവനാഴിയാണ്. അതായത് നമ്മുടെ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണ സേവനാഴി. ഈ ഒരു സേവനാഴിയിൽ ഞാൻ യൂസ് ചെയ്യണ ചില്ല് ഇത്തിരി വട്ടം കൂടിയതാണ്. ഇതിൻ്റെ വട്ടം കുറവേൻ്റെ ഉണ്ട്, വട്ടം കൂടിയതുണ്ട്. സോ ഞാൻ വട്ടം കൂടിയതാണ് യൂസ് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു ചില്ലിൻ്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണ ആ ഒരു സേവനാഴിയുടെ ഉള്ളിലും കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. ഇതെന്തിനാണ് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗോതമ്പിൻ്റെ കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ കുറച്ചൊന്ന് തടവി കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഒരു ഗോതമ്പ് പൊടി ഇതിലേക്കൊന്ന് വെച്ച് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് അടയ്ക്കണം. അടുത്തതായിട്ട് നമ്മൾ ഒരു ഡിഷിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ ഒരു കൂട്ട് നമുക്ക് അതിനകത്തേക്ക് പയ്യെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അധികം വേവാൻ പാടില്ല, 3-4 മിനിറ്റത്തോളം നമ്മൾ അതൊന്ന് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതൊരു 4 മിനിറ്റത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. നമ്മളിത് കുറേ നേരം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ചിലപ്പോൾ വേവ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ തിളച്ച് ഓഫാക്കിയപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളം മൊത്തം ഊറ്റിക്കളയണം. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്കിത് നേരെ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇതൊന്ന് മാറ്റണം. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തേക്കണ വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലത്. സാധാ വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്ത തണുപ്പിച്ച വെള്ളമാണ്. നമ്മുടെ ഈ ഒരു നൂഡിൽസ് തണുത്ത വെള്ളത്തിൽ ഒരു 3-4 മിനിറ്റത്തോളം വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത്ര ഉള്ളൂ ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, കുഴഞ്ഞൊന്നും ഇരിക്കണില്ല, എല്ലാ നൂലും വിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. പിന്നെ ഇതിൽ പറ്റിയ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത്തിരി തടി കൂടുതലാണ്. തടി കൂടാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ സേവനാഴിയിൽ ഉപയോഗിച്ച ചില്ലിൻ്റെ വട്ടം ഇത്തിരി കൂടുതലായിരുന്നു. സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഹോളുള്ള ചില്ല് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ, വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചില്ല് യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു നൂഡിൽസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് സവാള, മുളക്, വേപ്പില, പിന്നെ നമ്മുടെ പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനെയുള്ള കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഞാനിവിടെ ചെയ്യണത്. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനും ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ നൂഡിൽസിലൊക്കെ ഇടണ ആ ഒരു മസാല ഉണ്ടെങ്കിൽ ആ ഒരു മസാല മാത്രം ചേർത്ത് നമുക്ക് ഈ ഒരു നൂഡിൽസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മുട്ടയൊക്കെ ചേർത്ത് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ എന്ന് പറയാനായിട്ട്. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്ന ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.